ഹേ ഗേസ്, പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം നിങ്ങൾ വിചാരിക്കുമായിരിക്കും എല്ലാവരും കൂടി ഇടിച്ചു കുത്തി എങ്ങോട്ടായിരിക്കും എന്നല്ലേ. വാ, നമ്മളിപ്പോൾ പോകുന്നത് നമ്മുടെ സ്വന്തം കൊല്ലം ബീച്ചിലേക്കാണ്. അപ്പം ചേച്ചിയുടെ ഹസ്ബൻഡ് നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം എങ്കിൽ പിന്നെ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു ബീച്ചിലേക്ക് വിട്ടാലോ എന്ന് വിചാരിച്ച് അങ്ങനെ വിട്ടതാ. അപ്പം വന്നിറങ്ങിയപ്പോൾ തന്നെ എല്ലാവർക്കും വാഷ്റൂമിൽ പോകണം. വാഷ്റൂമിൽ തപ്പി ഇങ്ങനെ നടക്കുക. ആ കാര്യമാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പപ്പയും കുഞ്ഞാവയും കൂടെ അതേ കടലും നോക്കി അവിടെ നിൽപ്പുണ്ട്. നമ്മൾ വന്ന സമയം എന്ന് പറയുന്നത് നല്ല വൈബുള്ള സമയം. കാരണം അധികം വെയിലൊന്നുമില്ല കേട്ടോ. അവിടെ നമുക്ക് ബീച്ചിൽ ഇരിക്കാനായാലും കടലിൽ കളിക്കാനായാലും ഒക്കെ പറ്റിയൊരു ടൈമാണ്. കാരണം ഒരു 3:30-4 മണിയൊക്കെ ആയി, എങ്കിലും വെയിലില്ല ആ സമയത്ത് ഞങ്ങൾ വന്ന ടൈമിൽ. അതാ ഞാൻ പറഞ്ഞ നല്ലൊരു പൊളി വൈബായിരുന്നു ആ സമയത്ത്. ഇപ്പം ഈ പോകുന്നത് വാഷ്റൂം തപ്പി പോവുകയാണ്. അപ്പം ഒരു ആൻറ്റി പറഞ്ഞ അപ്പുറത്തെ സൈഡിലുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 4 പേരും കൂടി വാഷ്റൂം തപ്പി പോവുകയാണ്. ബാക്കിയുള്ളവരവിടെ ഞങ്ങൾ ഇരുത്തി. പിന്നെ വാഷ്റൂമൊക്കെ പോയി കഴിഞ്ഞിട്ട് വിചാരിച്ചു ഒരു ചായ കുടിക്കാമെന്ന്. അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പുറത്തെ സൈഡിലൊരു ചിൽഡ്രൻസ് പാർക്കുണ്ട്. അപ്പോൾ ആ ചായ കുടിച്ചിട്ട് അങ്ങോട്ട് പോകാമെന്നുള്ള രീതിയിലാണ്. അപ്പം ചായ എല്ലാവർക്കും പറഞ്ഞ്, പിന്നെ മുളക് ബജ്ജി, മുട്ട ബജ്ജി, കോളിഫ്ലവർ. എനിക്ക് മുട്ട ബജ്ജിയും കോളിഫ്ലവറാണ് കേട്ടോ എനിക്കിഷ്ടം. മറ്റേ മുളക് ബജ്ജിയൊന്നും എനിക്കിഷ്ടമല്ല. പിന്നെ വാവയ്ക്കുള്ള ഫുഡാണെങ്കിൽ ഞാൻ കൊണ്ടുവന്നായിരുന്നു. മാങ്ങ അടിച്ചോണ്ടാണ് വന്നത്. കഴിക്കാനൊക്കെ ഭയങ്കര മടിയാണ്, ഒന്നും കഴിക്കത്തില്ല. പിന്നെ ഭയങ്കര കരച്ചില്ല, കണ്ടില്ലേ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ നമ്മളൊരു ജലകേളി കേന്ദ്രം, ചിൽഡ്രൻസ് പാർക്ക് പോലത്തെ ഒരു സംഭവമാണ്. അപ്പോൾ കിങ്ങിണി അവിടെ പോയി ടിക്കറ്റിങ് ഒക്കെ എടുക്കുവാണ്. അപ്പോൾ ഒരാൾക്ക് 10 രൂപ വെച്ചാണ് അതിൻ്റെ അകത്തോട്ട് എൻട്രി ഫീസായിട്ട് വരുന്നത്. പിന്നെ അകത്ത് ഈ പിള്ളേർക്കുള്ള ഓരോ ഐറ്റംസ് കയറണമെങ്കിൽ പ്രത്യേകം ടിക്കറ്റ് എടുക്കണം. പിന്നെ നമ്മൾ ഐ ലവ് യു കൊല്ലം അവിടെ നിന്ന് കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ നടത്തി കുഞ്ഞാവെ ആ ആനയ്ക്കകത്തൊക്കെ ഇരുത്തിയൊക്കെ നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. പക്ഷെ കൊള്ളായിരുന്നു. അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് ഇത്ര ടിക്കറ്റ് ഉണ്ടെന്നുണ്ടല്ലോ. അപ്പോൾ എല്ലാവരെയും അവർക്ക് കാണണം. അങ്ങനെ നമ്മൾ അതിൻ്റെ അകത്ത് ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. അന്ന് സൺഡേയും കൂടെ ആയതുകൊണ്ടേ നല്ല തിരക്കായിരുന്നു. അങ്ങനെ കുട്ടികൾക്ക് ഇതൊക്കെയാണല്ലോ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. കുഞ്ഞനും അതും ഇത് കണ്ടപ്പോഴേ ആള് ഫ്ലാറ്റായിപ്പോയി. കാരണം അപ്പോഴേ ഓരോന്നിൽ ചാടി അങ്ങ് കയറുക കേട്ടോ. ഇതിൻ്റെ അകത്ത് കുഞ്ഞൻ കയറി അങ്ങ് മറിയുമായിരുന്നു. പിന്നെ ഊഞ്ഞാല് കണ്ടപ്പോഴത്തേക്ക് ഞാനും കിങ്ങിണിയും കൂടെ അങ്ങ് കയറി അങ്ങ് ആടി. പൊട്ടി വീഴും എന്തോന്നും അറിയത്തില്ല കേട്ടോ. പക്ഷെ ഞങ്ങൾ രണ്ടുപേരും അങ്ങ് കയറിയിട്ടുണ്ട്. പിള്ളേരെയാണ്, പക്ഷേ എന്നാലും നമ്മൾ വരുന്നാടും, നമ്മളും പിള്ളേരാണല്ലോ. പിന്നെ ഒരുപാട് പിന്നെ കഴിക്കാനൊക്കെ അവിടെ കുറേ ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ നമുക്ക് കഴിക്കാനും ബജ്ജിയും അതൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ കഴിച്ചത് വേറെ സ്ഥലത്ത് പോയാൽ കഴിച്ചത് കേട്ടോ. അങ്ങനെ നമ്മൾ ഓരോ ഐറ്റംസിൽ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുക. ചിലതിലൊന്നും നമ്മൾ ഇതൊന്നും കൊടുക്കണം, ടിക്കറ്റൊന്നും എടുക്കണ്ട, അല്ലാതെ കളിക്കാം. കുഞ്ഞനാണെങ്കിൽ ഇതിൻ്റെ അത് കയറിയിട്ട് ഇത് മൂവ് ആകുന്നില്ല കേട്ടോ. ഇത് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് അവർ മിഷൻ വെച്ച് അവർ വർക്ക് ചെയ്യുന്നതാണേ. ഇങ്ങനെ അതും കുഞ്ഞനും ഹെലികോപ്റ്ററിൻ്റെ അകത്ത് കയറി. കുഞ്ഞിൻ്റെ സന്തോഷം കണ്ട പിള്ളേർക്കൊക്കെ എന്ന് പറയുമ്പോൾ ഇതൊക്കെ തന്നെ അല്ലേ ഒരു സന്തോഷമായിട്ടുള്ളൊരു എന്താ പറയണ്ടേ, എൻജോയ്മെൻറ്റ് അല്ലേ. അങ്ങനെ 2 എണ്ണം കയറി വറക്കുക. ചിലതിലൊക്കെ നമ്മൾ ടിക്കറ്റ് എടുക്കണം കേട്ടോ. ഇതിൻ്റെ അകത്ത് നമ്മൾ ടിക്കറ്റ് എടുക്കണം. പിന്നെ ട്രെയിനുണ്ട്. പിന്നെ കുഞ്ഞാവരെ ഇതും നോക്കി അങ്ങ് ഇരിക്കുക. അയ്യോ എനിക്കെന്തെങ്കിലും കയറാൻ പറ്റുന്നില്ലല്ലേ.
രണ്ടുപേരും കൂടെ ഫോട്ടോ എടുക്കുമെന്ന് പറഞ്ഞിരുന്നോ, പക്ഷെ ഞാൻ വീഡിയോ എടുത്തത്. പിന്നെ നമ്മൾ ട്രെയിനിൻ്റെ അകത്ത് കയറി കേട്ടോ. അത് അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. കൊള്ളായിരുന്നു, സൂപ്പറായിരുന്നു. ആദ്യം പേടിയുണ്ടായിരുന്നു, കാരണം കുഞ്ഞാവിയായിട്ടൊക്കെ ഞാൻ കയറി ഇരിക്കുക. ആദ്യമൊക്കെ സ്ലോ ആയിട്ടാണ് വന്നത്, പിന്നെ സ്പീഡ് കൂടിപ്പോയി. അപ്പോൾ എനിക്കൊരു പേടി നല്ല രീതിയിലുണ്ടായിരുന്നു, പക്ഷെ കുഴപ്പമില്ലായിരുന്നു. ഞങ്ങൾ കയറി കഴിഞ്ഞുണ്ടല്ലോ, ഞങ്ങൾ കയറി ഇറങ്ങിക്കഴിഞ്ഞിട്ട് ആ ട്രെയിൻ എന്തോ സംഭവിച്ചു കേട്ടോ. പാളം തെറ്റി എന്തോ, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ താഴോട്ട് വന്നു കേട്ടോ. ഇവിടെ ഒന്നും നമ്മൾ ടിക്കറ്റ് ഒന്നും എടുക്കണ്ട, ജസ്റ്റ് അല്ലാതെ കളിക്കാം നമുക്ക്. അതേ ആടും ഇരുന്ന് ആടും എന്തോ ഡക്കിൻ്റെ അകത്ത് കയറി ഇരുന്ന് കറങ്ങുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ കുഞ്ഞാവയും കയറിയില്ലെന്ന് വേണ്ടല്ലോ, അങ്ങനെ കുഞ്ഞു ദിവസവും കയറി എൻ്റെ അകത്ത്. ഇതിൻ്റെ അകത്ത് കയറിയിട്ടേ ആൾ വിടുന്നില്ല, ആൾക്ക് ഇതിൻ്റെ അകത്ത് തന്നെ അങ്ങ് ഇരിക്കണം, അങ്ങനെ ഒരു ഇതായിരുന്നു. എന്നിട്ട് ഞാൻ പൊക്കി എടുത്തിട്ട് വിടുന്നില്ല. അങ്ങനെ ഞങ്ങൾ പിന്നെ അതെല്ലാം കഴിഞ്ഞ് ബീച്ചിലോട്ട് അങ്ങോട്ട് ഇറങ്ങി. അപ്പോൾ ഈ സമയമാകുമ്പോൾ കൂടുതലും പേര് വരുമല്ലോ. ഞങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പോഴേ ഞങ്ങൾ ഞെട്ടിപ്പോയി, കാരണം അത്ര സൺഡേ ആയതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു. അന്ന് നേരത്തെ കണ്ടില്ലേ, വന്ന സമയത്ത് അധികം തിരക്കില്ലായിരുന്നു കേട്ടോ. ഞങ്ങൾ പാർക്കിലൊക്കെ കയറിയിട്ട് വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ പൊന്നോ ഒരു രക്ഷയില്ല. പിന്നെ ഒരു പട്ടം, ഞങ്ങളൊരു പട്ടം മേടിച്ച് ഞങ്ങളങ്ങനെ പറത്തി അതങ്ങ് പോയി കേട്ടോ. അങ്ങ് മുകളിലായിരുന്നു ആ പട്ടം. അതൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ. ഏറ്റവും എല്ലാവരെയും കഴിഞ്ഞ് ഞങ്ങളുടെ പട്ടമായിരുന്നു ഏറ്റവും മണ്ടയ്ക്ക്. അങ്ങനെ കുഞ്ഞനും അതും പിടിച്ച് അങ്ങ് നിൽക്കുക. പിന്നെ ഇതൊക്കെ കണ്ടോ, ഈ പട്ടമാണ്, കാരണം ഏറ്റവും മണ്ടയ്ക്ക് അങ്ങ് നിൽക്കുക. അറ്റ് ലാസ്റ്റ് പിന്നെ ഞങ്ങൾ പോകാൻ സമയമായപ്പോൾ അങ്ങ് ചുരുട്ടി എടുത്ത്, എവിടെ ചുരുട്ടിയിട്ടും എത്തുന്നില്ല. അങ്ങനെ പിന്നെ ഞങ്ങളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നമ്മുടെ കരുനാഗപ്പള്ളി നല്ല ഭൂമിയിലെത്തി ഫുഡ് കഴിക്കാനായിട്ട്. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇവിടെ നല്ല ഫുഡാണ് കേട്ടോ. അതനുസരിച്ച് നല്ല തിരക്കുമുണ്ട്. ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് നല്ല തിരക്കായിരുന്നു, പക്ഷെ ഞങ്ങൾക്ക് സീറ്റൊന്നും കിട്ടിയില്ല. കുറച്ച് നേരം നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ. പിന്നെ അവിടെ ഇവിടെയാണെങ്കിൽ നമുക്ക് എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും അവിടെ എഴുതി നമുക്ക് വെക്കാം കേട്ടോ. അങ്ങനെ കൊള്ളാം, നല്ലതായിരുന്നു കേട്ടോ. ഇവിടെ ഓരോ ആക്ടേഴ്സൊക്കെ വന്നവരുടെ ഫോട്ടോസുകളെല്ലാം ലാമിനേഷൻ ചെയ്ത് വെച്ചിരിക്കുന്നവർ. നല്ല തിരക്കായിരുന്നു. ഞങ്ങളതേ ചേട്ടനും വെയിറ്റ് ചെയ്ത് താഴെ നിന്നത്, പക്ഷെ ഞങ്ങളത് ഓർത്തില്ല, ഇത്രയും തിരക്കാകുമെന്ന് നമ്മൾ ഓർത്തില്ല. ഇല്ലെങ്കിൽ നമ്മൾ നേരത്തെ കയറി സീറ്റ് പിടിക്കായിരുന്നു. ഇത് പക്ഷേ ഇത് ഫുള്ളായി. പിന്നെ ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്ത് പിന്നെ നമുക്ക് സീറ്റ് കിട്ടി കേട്ടോ. അപ്പോഴത്തേക്ക് ഞാനും അമ്മയും ഫ്രൈഡ് റൈസ്, കിങ്ങിണി, ബാക്കി എല്ലാവരും പൊറോട്ട, ചിക്കൻ റോസ്റ്റ്, ബീഫ് റോസ്റ്റ് ഇതൊക്കെയായിരുന്നു നമ്മൾ ഓർഡർ ചെയ്തത്. പിന്നെ പിന്നെ സ്പെഷ്യൽ അമ്മയ്ക്ക് എന്തോ ഒരു സ്പെഷ്യൽ ഉണ്ടായിരുന്നു, ഗോബി മഞ്ചൂരി കേട്ടോ. അമ്മയുടെ ഏറ്റവും ഫേവറേറ്റാണ്. അപ്പം ഞാനും അത് തന്നെയാണ് കഴിച്ചത്. എനിക്ക് ഇതിനോട് അത്ര താല്പര്യമില്ലായിരുന്നു, പിന്നെ ഞാൻ കഴിച്ചു. പക്ഷെ കൊള്ളായിരുന്നു കേട്ടോ. വിശന്നിരുന്നപ്പോഴത്തേക്ക് കിട്ടിയപ്പോൾ നല്ല ഫുൾ കാലിയാക്കി ഞാൻ. അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ, സീ യു.